ഹ്രസ്വചിത്രത്തിൻ്റെ അല്പഭാഗങ്ങളൊന്ന് കണ്ടിട്ട് നമസ്കാരം. ലക്ഷ്മി, ലക്ഷ്മി, ആ പേനയും കൂടെ എടുത്തോ. ഞാൻ പറഞ്ഞ കമ്മല് ആഭരണത്തിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട, 100 കൂട്ടം പ്രശ്നങ്ങളാ. അഞ്ജലി, എവ്ലി, ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം വനിതാ ദിനത്തിൽ നമുക്ക് വനിതയോട് തന്നെ ആദ്യ ചോദ്യം വനിത തന്നെ ചോദിച്ചു. തീർച്ചയായും അഞ്ജലി, എനിക്ക് തോന്നുന്നു ഒരിക്കലെങ്കിലും നിനക്ക് വീട്ടിൽ എന്താണ് ജോലി, അല്ലെങ്കിൽ നിനക്ക് എന്ത് ജോലിയാണുള്ളതെന്ന് കേട്ടിട്ടില്ലാത്ത വീട്ടമ്മമാർ കുറവായിരിക്കും. പക്ഷേ റിട്ടയർമെൻ്റ് ഇല്ലാത്ത ഒരു ജോലിയാണ് ഒരു വീട്ടമ്മയുടേത്. ഈ ഒരു ഹ്രസ്വചിത്രം പങ്കുവയ്ക്കുന്നതും അതാണ്. പരിഗണിക്കപ്പെടാതെ പോകുന്ന സ്ത്രീകൾ, ഇപ്പോൾ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ഉള്ള ഒരുപാട് സ്ത്രീകളെ നമ്മൾ പരിചയപ്പെടും. പക്ഷേ വീടിൻ്റെ 4 ചുവരിനുള്ളിൽ നമ്മുടെ അമ്മമാരടക്കമുള്ള സ്ത്രീകൾ ഫേസ് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്കാണ്, ആയിരുന്നു ഈ ഒരു അഭിനയം, ഈ എക്സ്പീരിയൻസ്? എന്താ പറയുക, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാഘവത്തോടു കൂടി, ഞാൻ പേഴ്സണലി ലാഘവത്തോടു കൂടി ചെയ്തു പോയതാണ്. കാരണം വീട് വൃത്തിയാക്കുക, ഒതുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഓരോ ഷോട്ട് ബൈ ഷോട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ആ ശരി, ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നിങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ചെയ്തു പോയ സംഭവം ഇത്രയും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് ടെക്നീഷ്യൻസ് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് നീ എന്നെ കരയിച്ചു, എനിക്ക് എൻ്റെ ഭാര്യ ഓർമ്മ വന്നു, എൻ്റെ അമ്മ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു, അതേപോലെ ചിലവർ കരഞ്ഞു എന്ന് പറഞ്ഞു വിളിച്ചിട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഇവരിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഇതെന്താ പറയുക, ആഫ്റ്റർ റിലീസ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് സിനിമയെക്കാളും, ഇത്രയും സിനിമ ചെയ്തതിനേക്കാളും, ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു ഈ ഒരു എന്താ പറയുക വീഡിയോ എനിക്ക് സമ്മാനിച്ചത്. ഒരുപാട് പേര്, ജയസൂര്യേട്ടൻ വിളിച്ചു, ദിലീപേട്ടൻ വിളിച്ചു, ക്യാമറമാൻ ഒരുപാട് പേര് വിളിച്ചു, എല്ലാവരും. അപ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ആധികാരികമായ കാര്യങ്ങളും തുടക്കവും ഈ വന്ന വഴിയൊക്കെ സംവിധായകനോട് തന്നെ ചോദിക്കേണ്ടി വരും. തീർച്ചയായും. ശ്രീ എവ്ലി, എന്തായാലും വനിതാ ദിനത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വയ്ക്കുന്നു, അതും ഒരു പുരുഷൻ സംവിധാനം ചെയ്ത സിനിമ. പുരുഷൻ്റെ കണ്ണിലൂടെയാണോ കണ്ടത്, അതോ സ്ത്രീയുടെ കണ്ണിലൂടെയാണോ ജീവിതത്തെ കണ്ടത്? ആദ്യം തന്നെ ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങളെ നിങ്ങൾ ഏറ്റെടുത്തിൽ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇത് ആരുടെ കണ്ണിൽ കൂടെ കാണുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇങ്ങനൊരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വന്നത്. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ടുള്ള തീമിനെ ബേസ് ചെയ്തിട്ടാണ് അൺറെക്കഗ്നൈസ്ഡ് അൺപെയ്ഡ് കെയർ ആൻഡ് ഡൊമസ്റ്റിക് വർക്ക് എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ വർക്ക് ഫോഴ്സിൻ്റെ 75% സ്ത്രീകളുടെ ഈ അൺപെയ്ഡ് കെയറിൽ സ്ത്രീകളുടെയാണ്. പക്ഷേ അതിനൊരു റെക്കഗ്നേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സബ് തീമാണ് നമ്മൾ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കൾച്ചറിലേക്ക് ഇതിനെ പറിച്ചു നടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ ലോഞ്ച് ചെയ്ത ശേഷം ഇപ്പോൾ ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഏകദേശം ടോട്ടൽ വ്യൂവർഷിപ്പ് 26 ലക്ഷത്തിനധികം വന്നു എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ ആളുകളുടെ, സ്ത്രീകളുടെ മനസ്ഥിതി എത്രത്തോളം പോസിറ്റീവാണെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ അഞ്ജലി പറഞ്ഞു, പലരും അവരുടെ അമ്മമാരെയും ഭാര്യമാരെയൊക്കെ ഹ്രസ്വചിത്രം കണ്ട് ഓർത്തുവെന്ന്. സംവിധായകൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ മറന്നുപോയതായിട്ട് എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ, അതോ കൃത്യമായി ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണോ അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയത്? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ട്രൂ ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആൽവിനും ഷാനുമാണ്. ഞങ്ങൾ 3 പേരാണ്, ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ളതാണ് ഈ ലാസ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരോടും തീരുമാനിച്ചു നമുക്ക് നമ്മുടെ
എന്താണ് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്ത്രീകളെ, നമ്മുടെ കാരണക്കാരായിട്ടുള്ളവരെ സ്മരിച്ചിട്ട് അവർക്കുള്ളൊരു സമർപ്പണം എന്നുള്ള രീതിയിൽ നമ്മുടെ വെഞ്ചർ തുടങ്ങാമെന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയത്. ചെറിയൊരു അവരെ റെക്കഗ്നൈസ് ചെയ്യാത്തതിന് ചെറിയൊരു കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യാനുള്ളൊരു പ്രേരണയും ഈ ഒരു അവരെ ഇത്രയും കാലമായിട്ടും നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലോ എന്നുള്ളൊരു ചെറിയൊരു കുറ്റബോധത്തിന് ഉപരി ആ ഒരു തിരിച്ചറിവാണ് ഞങ്ങൾക്കുണ്ടായത്. തീർച്ചയായും ഏത് സമയത്താണെങ്കിലും ആ ഒരു അംഗീകാരം ഞങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ച്, എനിക്ക് ഞാനും അഞ്ജലിയും അടക്കമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് ആവശ്യങ്ങൾ, സ്ത്രീകൾക്ക് വലിയ വലിയ ആവശ്യങ്ങൾ, കുഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് വലിയ കാര്യം. ആ ഒരു ഓർമ്മയിലേക്ക് എം ഡി എത്തിയതിന് ഒത്തിരി സന്തോഷം തോന്നുന്നു. അപ്പം അഞ്ജലി ഈ ഒരു ചിത്രത്തിൽ പങ്കുവെക്കുന്ന പോലെ കമ്മലിൻ്റെ കല്ല് പോയത് ഒരു വിഷയമായി ഭർത്താവിൻ്റെ മുന്നിലെത്തുമ്പോൾ വേറെ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യപ്പെടാറില്ലേ, പറയാതെ പോകുന്നില്ലേ? നമ്മളൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഓക്കെ എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറയാൻ വിട്ടുപോകാറില്ലേ? അങ്ങനെ വിട്ടുപോകുന്നതിൽ എനിക്കൊന്നും സ്ത്രീകൾക്ക് ഒരു പരിധി വരെ കുറ്റബോധവും തോന്നാറില്ല അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ചോദിക്കാനുള്ളതും അതേക്കുറിച്ചാണ്. ഇപ്പം സിനിമയുടെ തിരക്കുകളുണ്ട്, അതിനിടയിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യല്ല, എനിക്ക് വേണ്ട, ഞാൻ പറയണ്ട എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ട്. അതെന്തുകൊണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണോ എന്ന് എനിക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ അപ്പ് ആവാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. വേണ്ട, പിന്നീടാവാം എന്ന് പറയുന്നത്. അപ്പം ഇതിലാ കഥാപാത്രം അങ്ങനെ കമ്മൽ വേണമെന്ന് പറയുമ്പോൾ ഒരു മടിയുണ്ട് ചോദിക്കുന്ന കാര്യത്തിലൊക്കെ. അതൊക്കെ എന്തോ എന്താ പറയുക, നമ്മുടെ ലൈഫിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്ത്രീകൾക്ക് ലൈഫിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ ഓരോ ചലനങ്ങളിലും പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. അതൊക്കെ ശരിക്കും പിന്നെ ബാലാജി ചേട്ടൻ്റെ സപ്പോർട്ടും എന്താ പറയുക ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരുപാടുണ്ടായിരുന്നു. ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ വക ഓരോന്ന് പറയലും പുള്ളിക്കുണ്ടായ ഓരോ എക്സ്പീരിയൻസ് പറയലും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു പ്രയത്നം കാരണം തന്നെയാണ് ഇത്രയും ഭംഗിയാക്കാനും ഇതിൽ ഓരോ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻഡ് ആക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അൻഷാദ് വഴിയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ വിഷ്വൽസിനെ കുറിച്ച് പുതിയ നിയമം ചെയ്ത റോബി ചേട്ടനാണ് ഇത് ചെയ്തിരിക്കുന്നത്, ക്യാമറ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അത് വിളിച്ചവർക്ക് 90% സമയക്കുറവുള്ളത് മാത്രമാണ്. എങ്കിലും മനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ ഹ്രസ്വചിത്രം. എല്ലാവരും വനിതാദിനത്തിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇത് എത്തട്ടെ. അത് നല്ലൊരു ഓർമ്മപ്പെടുത്തലായി നേരത്തെ എവ്ലി പറഞ്ഞ പോലെ കുറ്റബോധം ഒപ്പം തന്നെ ഒരു വലിയ തിരിച്ചറിവായി ഈ ഹ്രസ്വചിത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി എവ്ലി, അഞ്ജലി അതിഥികളായി എത്തിയ